ഫലസ്തീൻ ജനതയുടെ വംശീയ ഉന്മൂലനം തടയാൻ ഗൗരവമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ ലോകത്തോട് ആവശ്യപ്പെടുന്നു. ഞാൻ നേരിടുന്ന അതേ അടിച്ചമർത്തൽ എൻ്റെ മകൾ നേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഓസ്കർ വേദിയിൽ കയ്യടികൾക്ക് മുകളിൽ മുഴങ്ങിക്കെട്ട ശബ്ദമാണിത്. ലോക സിനിമയുടെ നെറുകയിൽ നിന്നുകൊണ്ട് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ നേടിക്കൊണ്ട് നോ അതർ ലാൻഡിന്റെ സംവിധായകരിൽ ഒരാളായ ബേസിൽ ലഡ്ര പറഞ്ഞ വാക്കുകളാണിത്. നിലവിലെ ലോക സാഹചര്യങ്ങളിൽ അത്രമേൽ പ്രസക്തമാണ് ആ വാക്കുകൾ. 97ാമത് അക്കാദമി അവാർഡ്സിൽ മികച്ച ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുത്തത് ഫലസ്തീനിയൻ ഇസ്രായേൽ സിനിമാ നിർമ്മാതാക്കളുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നോ അതർ ലാൻഡിനെയാണ്. ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലുള്ള മസഫർ യാത്രയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു വരുന്നതിൻ്റെയും തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളുടെയും 2019 മുതലുള്ള ഡോക്യുമെന്റേഷൻ കൂടിയാണ് നോ അതർ ലാൻഡ്. മസഫർ യാത്രയിലുള്ള ബേസൽ എന്ന ചെറുപ്പക്കാരൻ അയാളുടെ ഡിജിറ്റൽ ക്യാമറയിൽ പകർത്തിയ അധിനിവേശത്തിന്റെ ചിത്രങ്ങളും അതിനോടൊപ്പം അവന്റെ ചുറ്റുപാടിലുമുള്ള മനുഷ്യരിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഡോക്യുമെന്ററി തുറന്നു കാട്ടുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശബ്ദം ശക്തിയുള്ളതായിരിക്കും. അതിനാലാണ് ഇസ്രായേൽ ഫലസ്തീൻ കൂട്ടുകെട്ടിൽ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗസയുടെയും അവിടുത്തെ ജനങ്ങൾക്കും മേലുള്ള അക്രമങ്ങൾ അവസാനിക്കണം. ഒക്ടോബർ 7 പിടിയിലായ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കണം. ബേസൽ എൻ്റെ സഹോദരനെ പോലെയാണെന്നും ചിത്രത്തിന്റെ മറ്റൊരു സംവിധായകനായ ഇസ്രായേലി സ്വദേശി യുവൽ എബ്രഹാം ഓസ്കർ വേദിയിൽ പറഞ്ഞു. നിറഞ്ഞ കയ്യടിയോടെയാണ് കാണികൾ അവരുടെ വാക്കുകൾ കേട്ടത്. അമേരിക്കയുടെ വിദേശ നയം പ്രശ്നപരിഹാരത്തിനുള്ള വഴി അടയ്ക്കുന്നതാണെന്നും അണിയറ പ്രവർത്തകർ ലോസ് ആഞ്ചലസിന്റെ ഹൃദയത്തിൽ കയറി നിന്നുകൊണ്ട് വിമർശിച്ചു. പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ നീതി തേടിയുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പ്രീമിയറിൽ മികച്ച ഡോക്യുമെന്ററി അവാർഡ് ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. റേച്ചൽ സോർ, ഹംദാൻ ബലാൽ എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റു സംവിധായകർ. 2019 ആരംഭിച്ച് 2023 ഒക്ടോബറിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായത്.